അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. പ്രിയ സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. നമ്മുടെ ജീവിതത്തിൽ ഒത്തുതീർപ്പ് എന്ന വാക്കിന്, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന വാക്കിന് വലിയ സ്ഥാനമുണ്ട്. ബന്ധങ്ങളിലും ജോലിസ്ഥലത്തും സ്കൂളിൽ എന്നോട് ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഒക്കെ നമ്മൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്യാറുണ്ട്. പക്ഷെ നമ്മളൊരു വിശ്വാസിയായി ജീവിക്കുമ്പോൾ ചില കാര്യങ്ങളിൽ ഒത്തുതീർപ്പ് സാധ്യമല്ലാത്ത ഒരു അതിർവരവുണ്ട്. അതാണ് ഏകദൈവ വിശ്വാസം. വിശ്വാസ കാര്യത്തിൽ വിട്ടുവീഴ്ച പാടില്ല എന്ന് അള്ളാഹു നമ്മെ പഠിപ്പിച്ച ഒരു ചെറിയ അധ്യായമാണെങ്കിലും മഹത്തായ ആശയം നൽകുന്ന ഖുർആനിലെ ഒരു അധ്യായമാണ് സൂറത്തുൽ കാഫിറൂൻ. എന്താണ് ഈ സൂറത്ത് നൽകുന്ന സന്ദേശം? ഏത് സാഹചര്യത്തിലാണ് ഈ സൂറത്ത് അവതരിച്ചത്? നമുക്ക് നോക്കാം. ഈ സൂറത്ത് അവതരിക്കുന്നത് മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്ന സന്ദർഭത്തിലാണ്. അവർ നബിയുടെ അടുത്ത് വന്ന് പറഞ്ഞ നിർദ്ദേശം ഇതാണ്: മുഹമ്മദേ, നീ ഞങ്ങളുടെ ദൈവങ്ങളെ ഒരു വർഷം ആരാധിച്ചാൽ നിന്റെ ദൈവത്തെ ഒരു വർഷം ഞങ്ങളും ആരാധിക്കാം. അതായത് വിശ്വാസങ്ങളെ പരസ്പരം കൈമാറ്റം ചെയ്യാനുള്ള ഒരു താൽക്കാലിക ഫോർമുല. ഈ നിർദ്ദേശം വന്നപ്പോൾ അതിന് മറുപടിയായി അള്ളാഹു അവതരിപ്പിച്ചതാണ് ഈ സൂറത്ത്. ഈ നിർദ്ദേശം സ്വീകാര്യമല്ലെന്ന് സൂറത്തുൽ കാഫിറൂൻ വളരെ വ്യക്തമായിട്ട്, വളരെ അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കുകയാണ്. അള്ളാഹു കൽപ്പിക്കുന്നു: ഖുൽ, നബിയെ പറയുക, യാ അയ്യുഹൽ കാഫിറൂൻ, സത്യനിഷേധികളെ, ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല. വലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നവരല്ല. എന്തുകൊണ്ടാണ് ഈ വേർതിരിവ്? കാരണം ഇവിടെ കേവലം വിഗ്രഹങ്ങളോടുള്ള പൂജ മാത്രമല്ല വിഷയം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇബാദത്ത് എന്നാൽ അള്ളാഹു നിർദ്ദേശിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും ആക്കുക എന്നതാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അള്ളാഹു പറഞ്ഞതുപോലെ ജീവിക്കുക എന്നതാണ്. ഏകദൈവത്തിൽ, അള്ളാഹുവിൽ വിശ്വസിക്കുന്ന, തൗഹീദ് പുലർത്തുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു മുസ്ലിമിന് അങ്ങനെ ബഹുദൈവ വിശ്വാസികൾ ആരാധിക്കുന്ന ദൈവങ്ങളെയോ വിഗ്രഹങ്ങളെയോ മറ്റു വസ്തുക്കളെയോ ഒരു കാലത്തും സ്വീകരിക്കാൻ കഴിയുകയില്ല, സാധ്യമല്ല. അതുപോലെ നമ്മുടെ ദീൻ പൂർണ്ണമായി അംഗീകരിക്കാൻ ബഹുദൈവ വിശ്വാസികളും തയ്യാറാവില്ല. അതുകൊണ്ട് ഏകദൈവ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കും സാധ്യമല്ല എന്ന് ഈ ആയത്തുകൾ അടിവരയിട്ട് പറയുന്നു. സൂറത്തിൻ്റെ അവസാനം അള്ളാഹു പ്രഖ്യാപിക്കുന്നു: നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ, ലക്കും ദീനുക്കും വലിയ ദീൻ. ഇതിനർത്ഥം നമ്മുടെ രണ്ടിൻ്റെയും മാർഗം ശരിയാണ് എന്നല്ല, മറിച്ച് ഇത് വിശ്വാസപരമായ വേർതിരിവ് വ്യക്തമാക്കുകയാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക്, എൻ്റെ വിശ്വാസം എനിക്ക്. ഈ രണ്ട് മാർഗങ്ങൾ തമ്മിൽ താൽക്കാലികമായി പോലും യോജിക്കാനോ ഒത്തുതീർപ്പിനോ സാധ്യമല്ല. ഇസ്ലാമിലെ അടിസ്ഥാന തത്വമാണിത്. ഏകദൈവ വിശ്വാസത്തിൽ മുസ്ലിങ്ങൾ ഉറച്ചു നിൽക്കുകയും ഏകദൈവ വിശ്വാസത്തിൽ മുസ്ലിങ്ങൾ നിർബന്ധമായും ഉറച്ചു നിൽക്കണം. ആ വിശ്വാസത്തിനനുസരിച്ചുള്ള ജീവിത സംസ്കാരം കാത്തു സൂക്ഷിക്കുകയും വേണം. ബൗദ്ധ വിശ്വാസികളുടെ നിന്ന് അത് തികച്ചും വ്യത്യസ്തമായിരിക്കുകയും വേണം. അപ്പോൾ സൂറത്തുൽ കാഫിറൂൻ നൽകുന്ന സന്ദേശം വളരെ ലളിതവും ശക്തവുമാണ്. വിശ്വാസ കാര്യത്തിൽ
ഒരു ഒത്തുതീർപ്പിനും സാധ്യമല്ല. ഏകദൈവ വിശ്വാസമാണ് നമ്മുടെ അടിത്തറ. അതിൽ നമ്മൾ ഉറച്ചു നിൽക്കുക എന്നതാണ്. അത്തരത്തിൽ ഏകദൈവ വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.